മോർണിംഗ്. അപ്പം എല്ലാ കൂട്ടർക്കും നമ്മുടെ ഇന്നത്തെ വിശേഷത്തേക്ക് സ്വാഗതം. വിശേഷിച്ചാൽ ഞായറാഴ്ചയാണ് കേട്ടോ രാവിലെ. അവിടെയാ? അപ്പോൾ ഇപ്പഴേ ഇട്ടിട്ടോട്ടം നീക്കി വെച്ചാൽ 6:30 എണീക്കുമ്പോൾ നീട്ടിട്ട് രാവിലത്തെ കോലാത് ഇന്ന് മടിയോട്ടോ കുളിക്കാൻ നമുക്കൊക്കെ ഒരു വഴുക്കാവും. അപ്പോൾ രാവിലെ നീട്ടിതാ ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ, നമുക്ക് അതിന് പോയി വന്നു. 6:40 ആയിട്ട് പോയി വരുമ്പോൾ പിന്നെ പോയി വന്ന് ഒരു ഗ്ലാസ് കട്ടൻ ചായ മാത്രം ഉണ്ടാക്കിയിട്ടുള്ളൂ. ചായ ഉണ്ടാക്കിയിട്ട് കുടിച്ചു. ഇനി തുടങ്ങണം. ഇനിയിപ്പോൾ എന്താ ഉണ്ടാക്കുക വെച്ചെങ്കിൽ നിൽക്കുകയാണ്. അപ്പോൾ ഞായറാഴ്ച ആകുമ്പോൾ നമുക്ക് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാമല്ലോ. അതൊക്കെ ആകുമ്പോൾ പതുക്കെ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ അങ്ങനെ നീറ്റ് ഇരിക്കുകയാണ്. കടലുണ്ട്, മറ്റേ ഗ്രീൻ പീസില്ലേ, അതുകൊണ്ട് കുറച്ച് വെള്ളത്തിലിട്ടിട്ട്. അപ്പോൾ അത് വെച്ചിട്ട് കറി കൂടെ ഉണ്ടാക്കണം. രാജേട്ടനും ഉണ്ട് കേട്ടോ അവിടെ. അപ്പം ഇനി പതുക്കെ അതൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ കൂളിയൊക്കെ. മറ്റേത് ഈ നേരം ആകുമ്പോഴേക്കും ഞാൻ ലാബിലെത്തി. അപ്പം ഇനിയിപ്പോൾ ഇനി അപ്പോസ് അപ്പുറത്തെ അവിടുത്തെ കൂടെ പെരുന്നുണ്ട്. അപ്പോൾ അതായിട്ട് ആ കുട്ടിക്ക് എന്തോ ഒരു ഇഞ്ചക്ഷൻ എന്തോ ഉണ്ട്, അവിടുത്തെ നായ മാന്തിയിട്ടേ. അപ്പോൾ ഇഞ്ചക്ഷൻ വയ്ക്കാൻ വേണ്ടി അവൻ പോയിട്ടുണ്ട്. 7:15 ബസ്സിന് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കാലാവസ്ഥ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ രാവിലെ എല്ലാവരും ഈ ഒരു സൈഡല്ല, മറ്റേ സൈഡാണ് നല്ല ഭംഗിയാണ്, കാടും ഒക്കെ ഉണ്ടാകുമ്പോഴേ. കുഴപ്പമില്ലാത്ത കാലാവസ്ഥ. നമ്മുടെ മാവ് ഒത്തിട്ടുണ്ട, പക്ഷെ കുറേ വീണ് പോയിട്ടാ. താഴെ പോകണ്ട തോന്നുന്നു. കണ്ട നല്ലപോലെ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടാവുമെന്നും അറിയില്ല. കാണുമ്പോൾ ഒരു ഭയങ്കര സന്തോഷം. പക്ഷെ ഉണ്ടാവുക അറിയില്ല കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് 2 കിട്ടിയത്, ബാക്കിയൊക്കെ പൊഴിഞ്ഞു പോയി. ബസ് വെച്ചേക്കാണ്ട് അപ്പൂസ് പോയിട്ടുണ്ടോന്നു. ഇനിയിപ്പോൾ ഞാനിതാ അമ്മ വിളിച്ചിട്ടില്ല കേട്ടോ, അമ്മ വിളിച്ചിട്ടില്ല. ഇപ്പോൾ ഞായറാഴ്ച എല്ലാവരും കിടക്കുകയാണ് ഫുള്ള്. ഇന്നലെ രാത്രി കഴുകിയൊന്നും വെച്ചില്ല, പാത്രങ്ങളൊന്നും കഴുകിയില്ല, അങ്ങനെ അവിടെ വെച്ചു കേട്ടോ. അതൊക്കെ ഞാൻ പുറത്ത് വെച്ചിട്ടുണ്ട് അടുക്കളയിൽ. ഇതുണ്ടോ നമ്മുടെ ഗ്രീൻ ഉണ്ടായിരുന്നു, അത് ഞാൻ കുറച്ച് അപ്പം അത് കിഴങ്ങ് വെച്ചിട്ട് കിഴങ്ങ് ഇതും കൂടെ കൂട്ടിയൊരു മസാലക്കറി ഉണ്ടാക്കാനൊക്കെയുണ്ട്. നമ്മളെ മറ്റേ റേഷൻ കടയത്തെ പൊടി ഉണ്ട് കേട്ടോ. ഇത് വെച്ചിട്ട് നമുക്ക് ചപ്പാത്തിയും കൂടെ ഉണ്ടാക്കാം. പിന്നെ ചോറൊക്കെ പതുക്കെ എന്ന് വെച്ചാൽ ഇനി ചിലപ്പോൾ ഞാൻ അങ്ങോട്ട് കുറച്ച് കൂടുതൽ വെക്കും, പിന്നെ രാത്രിക്ക് അത് തിളപ്പിച്ച് വാർത്താൽ മതിയല്ലോ വെച്ചിട്ടേ, അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പം ഇനി ചായയും കടിയൊക്കെ ഉണ്ടാക്കട്ടെ കേട്ടോ. കുളി ഞാൻ കഴിഞ്ഞിട്ടാ, കുളി ഇപ്പം കഴിഞ്ഞ് വന്നേ ഉള്ളൂ. രാജേട്ടനും ഒക്കെ ചായ കുടിച്ചിട്ട് പോയിട്ടുണ്ട് കേട്ടോ. അമ്മ ചായ കുടിച്ച് പഠിക്കായിരിക്കുന്നുണ്ട്. സമയം എത്രയാറിയോ? സമയം 9:40 ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ കഴിക്കാനുള്ളതൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടോ. ചോറിന് തീ പിടിപ്പിച്ചിട്ടില്ല കേട്ടോ. ചോറൊക്കെ ഇനി പുറത്തടുപ്പത്ത് കത്തിച്ചിട്ട് വേണം. ഇതൊക്കെ ഞാൻ വേഗം ഗ്യാസം ഉണ്ടാക്കിയതാണ്. ചപ്പാത്തി ഉണ്ട് കേട്ടോ. ചപ്പാത്തി വലിയ ഇഷ്ടമൊന്നുമില്ല. പിന്നെ ഇതാ കറി എന്താ വെച്ചാൽ ഗ്രീൻ പീസും കിഴങ്ങും കോളിഫ്ലവറില്ലേ, അതും കൂടെ ഒരു മസാലക്കറി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി കട്ടൻ ചായ, അത് വലിയ കപ്പിലെടുത്തിട്ടുണ്ട് കേട്ടോ. കട്ടൻ ആകുമ്പോൾ കുറേ കുടിക്കാമല്ലോ. കുറേ വെച്ചാൽ കുറേ കുടിക്കാൻ എനിക്ക് ഇഷ്ടമാണ് കട്ടൻ ചായ. ചായയുടെ കൂടെ പ്രത്യേകിച്ച് ചപ്പാത്തിയൊക്കെ ആകുമ്പോൾ കുറേ ചായയുടെ ആവശ്യമുണ്ട്. ഇനി ഈ ചായ കൂടി കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ല, ഇന്നലെ നമ്മളൊരു പണി എടുത്ത് വൈകുന്നേരം കണ്ടോ, പാത്രങ്ങളൊക്കെ വെച്ചാൽ ഇതൊക്കെ കഴുകാനുള്ളതാട്ടോ. മേലൊക്കെ വെച്ചിട്ടുണ്ട്, കഴുകണം. നമ്മൾ ഈ പുറത്തടുപ്പത്ത് തീ അടുപ്പിച്ചിട്ട് ചോറ് വയ്ക്കണം. അങ്ങനെയൊക്കെ ഒരുപാട് പണികളുണ്ട്. തിരുമ്പാലൊക്കെ ഉള്ള അവിടെ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചായ കുടിക്കട്ടെ. ചായ കുടിച്ചിട്ട് ഇനി നമുക്ക് ബാക്കി പരിപാടികൾ തുടങ്ങാം. എന്ന് വെച്ചാൽ ഞാൻ ഒറ്റയ്ക്ക് തന്നെ എങ്ങനെ വീഡിയോ എടുക്കൊണ്ടേ ചിലപ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അമ്മൂസ് പഠിക്കുകയാണ്. ഇനിയിപ്പോൾ നാളെ എൻ്റെയാണ് എക്സാമിൻ്റെ 2 ദിവസമായി തുടങ്ങിയിട്ട്. പിന്നെ അപ്പൂസ് എത്തിയിട്ടില്ല കേട്ടോ, പെരുന്തൽമണ്ണയിൽ വന്നിട്ടില്ല. ഇഞ്ചക്ഷനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഒറ്റ കുട്ടിക്ക്. അവർ ബസ് കയറി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവനിപ്പോൾ വരും. അപ്പം ഇനി ഇത് കഴിച്ചിട്ട് ഇന്ന് ഫുള്ള് സേവനമാരാണ്. വീട് മൊത്തം കഴുകാനൊക്കെ ഉണ്ട് കേട്ടോ. ചില എന്നും അല്ലാത്ത ദിവസം നമ്മൾ വേഗം എന്തെങ്കിലുമൊക്കെ ചെയ്ത് വേഗം പോവല്ലേ, ഇരുന്ന് വൃത്തി പോലെ ഒന്നും ചെയ്യാനുള്ള സമയമൊന്നും കിട്ടില്ല കേട്ടോ. പിന്നെ വരുമ്പോഴേക്കും ആകെ വയ്യാണ്ടാവും. അപ്പോൾ രാജാവിൻ്റെ ലീവ് വേണം, അവരങ്ങനെ പോയിട്ടുണ്ട് കൊന്നക്കാവിലേക്ക്. അപ്പോൾ ചായ കുടിച്ചിട്ട് നമുക്ക് ബാക്കി തുടങ്ങാം കേട്ടോ. ബാക്കി പരിപാടികളൊക്കെ തുടങ്ങിയിട്ട് ഞാൻ കുറേശ്ശെ കാണിക്കാം കേട്ടോ. നമ്മുടെ
ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഒരു കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ കേട്ടോ. ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുകയാകുമ്പോൾ അതിൻ്റെ കുറച്ച് ഇതുണ്ടാവും. അപ്പോൾ ചോറൊക്കെ ആയിട്ടാ, ചോറൊക്കെ ഇപ്പം ആയിട്ടുള്ളൂ. കറിയുടെ സ്പെഷ്യലുകൾ വെച്ചാൽ വല്ലാണ്ടൊന്നുമില്ല. അത് നമ്മുടെ മാങ്ങഞ്ചില്ലേ, ആ മാങ്ങഞ്ചി വെച്ചിട്ട് അത് അച്ചാറ് ഇപ്പം തട്ടിക്കൂട്ടി ഉണ്ടാക്കിയത് കേട്ടോ. എന്നുവെച്ചാൽ എന്തെങ്കിലുമൊക്കെ വേണ്ടേ, അപ്പം നമ്മളെ വീട്ടിലുള്ള തന്നെ വെച്ചിട്ട് വേഗം ഉണ്ടാക്കിയതാണ് മാങ്ങഞ്ചി. നല്ല എരിവുണ്ട്, ഇടയ്ക്കുള്ളവരുടെ ശ്രദ്ധയ്ക്ക് നല്ല എരിവുണ്ട്. മുരിങ്ങ താളിച്ചു കേട്ടോ, നമ്മുടെ മുരിങ്ങ താളിക്കുക മീൻസ് ഇന്ന് വെറൈറ്റി ആയിരുന്നു. കുറച്ച് മുളക് പൊടി മഞ്ഞപ്പൊടി ഉണ്ട്, അങ്ങനെ പിന്നെ മോരുണ്ട്. പിന്നെ നമുക്കുള്ളതെന്ന് വെച്ചാൽ ചെറുപയർ ഇങ്ങനെ ഉപ്പേരി ഉണ്ടാക്കി. ഒന്ന് പ്രത്യേകിച്ചൊന്നും കൊണ്ടുവരണ്ടല്ലോ വെച്ചിട്ട് ഉള്ളത് വെച്ചിട്ടാണ് ഉച്ചയ്ക്ക് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതൊക്കെ ചൂടുകളുണ്ട്. സൺഡേയിൽ മാത്രമേ ഉള്ളൂ അങ്ങനെ, ഞായറാഴ്ച മാത്രമേ ഉള്ളൂ ഇങ്ങനെ. എന്താ വെച്ചാൽ അല്ലെങ്കിൽ ഒക്കെ തണുത്തതായിരിക്കും കൊടുക്കുക. ഇതിപ്പോൾ ഡാവി പറക്കുന്നത് നല്ല ചൂടുള്ള ചോറാണ്. അപ്പം ഞങ്ങൾ ഇതൊക്കെ കൂട്ടിയിട്ട് ചോറിനിട്ട് കേട്ടോ. രാജേട്ടൻ വന്നിട്ടില്ല, രാജേട്ടനൊക്കെ അമ്പലത്തിൽ എന്താ ഉണ്ടികപ്പിരിവ് എന്തൊക്കെയാ പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. ഒരു അരമണിക്കൂറൊക്കെയാണ് കഴിയുന്നതാണ്. അപ്പം നേരെ ചോറിനിട്ട് വരും. ഞാനും അമ്മ ഒപ്പം ഉണ്ട്. ഞങ്ങൾ ചോറിനിട്ട് അവർക്ക് അവർ പണിയെടുക്കുക, എനിക്ക് തിരുമ്പാനുണ്ട്. അപ്പം അതും കൂടെ എടുക്കട്ടെ വെച്ചിട്ടാണ്. അപ്പം ഞാൻ ചോറിനിട്ട് കേട്ടോ. അപ്പം മോരുണ്ട് കേട്ടോ. കറി ഇഷ്ടമില്ലാത്തവർക്ക് അത് കൂട്ടി കഴിക്കാം. അപ്പം അന്ന് വൈകുന്നേരം ഈ പച്ചക്കറിയൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് അപ്പം പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം. അപ്പം നിങ്ങൾ ചോറിനിട്ട് കേട്ടോ. അപ്പോഴേ ഉച്ചയ്ക്ക് ചോറിനൊക്കെ കഴിഞ്ഞ് എന്താ പറയുക കുറച്ച് നേരം കിടന്നു കേട്ടോ. രാജേട്ടനെ വന്നിട്ടുണ്ടായിരുന്നു. രാജേട്ടൻ എന്താ ഊര ഞെട്ടാറായിട്ടുണ്ട്, ഊരവേദന ഉണ്ടായിട്ടേ. പക്ഷെ എന്നിട്ട് കിടക്കുക വന്നപ്പോഴേക്കും പിന്നെയും പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ രാജേട്ടന് ഇനി അപ്പൂനെ കൂടി കടയ്ക്ക് വിട്ടിട്ടോ സാധനം മേടിക്കാൻ പറഞ്ഞിട്ടേ. സത്യം പറഞ്ഞാൽ ഞാൻ പോയി സാധനം മേടിക്കും, പക്ഷെ എത്ര മേടിക്കാന്ന് എനിക്കറിയില്ല കേട്ടോ. ഉഴുന്നൊക്കെ മേടിക്കാൻ പറഞ്ഞാൽ എത്ര മേടിച്ചു പോകുന്ന കാല്. അത് പിന്നെ ഞാൻ മാവേലി പോകുമ്പോൾ മേടിക്കായിരിച്ചു. പിന്നെ പാല്, അപ്പം നൂഡിൽസ് മേടിക്കാൻ പറഞ്ഞു. പിന്നെ സ്പെഷ്യലായിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ മക്കൾസിന് മേടിക്കാൻ പറഞ്ഞിട്ട് നമുക്കൊരാൾ പൈസ തന്നായിരുന്നു. എന്ന് വെച്ചാൽ മിഠായിയൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കാര്യമായിട്ട് പോയി അത് മേടിക്കാണ്ട് പോകുന്നു. അവിടെ പോയി പാലും നൂഡിൽസും ഇതൊക്കെ മേടിച്ചു തന്നെ ഞാൻ മറന്നു കേട്ടോ. അപ്പോൾ രാജേഷ് ചിത്ര കാര്യമായിട്ട് ആ സ്വീറ്റ്സ് മേടിക്കാൻ വേണ്ടിയിട്ടാണ് വിട്ടിട്ടുള്ളത്. അപ്പോൾ അമ്മനും പ്രത്യേകം പറഞ്ഞ് തന്ന പൈസയായിരുന്നു. അപ്പം അത് മാത്രം മേടിക്കാതെ പോന്നു. പിന്നെ കടയിൽ കയറിയിട്ട് കറി വെക്കാനൊക്കെ മേടിക്കാൻ പറ്റില്ല. രാജേഷിന് ശരി വരട്ടത് കാണുമ്പോഴേ, കാരണം നിങ്ങളൊക്കെ ഒന്ന് പോയി പഠിക്കണം എന്നറിയും. മേടിക്കും, പക്ഷെ ഇത് എത്രയൊക്കെയാണെന്നുള്ള അറിയില്ല. തേങ്ങ അമൂല്യ വസ്തു കണ്ടത് നല്ലതാണോ അറിയില്ല. ഒരെണ്ണം ഞാൻ മേടിച്ചു, കുറച്ച് പച്ചക്കറിയൊക്കെ മേടിച്ചു പോകുന്നു. അപ്പോഴാണ് നാളെ ദോശയ്ക്ക് ഇട്ടിട്ടില്ല കേട്ടോ. അപ്പം ഇന്ന് വേഗം വെള്ളം ഒഴിച്ച് വെക്കട്ടെ. പിന്നെ ഒരു 7 മണി 8 മണി ആകുമ്പോഴെങ്കിലും അരയ്ക്കാം. രാവിലെ ചായക്കടി ഇല്ലെങ്കിൽ ഭയങ്കര കേട്ടോ. ഇവിടെ വേറെ ആളും കൂടെ ഉണ്ട് കേട്ടോ. ഇതാരാ ഫാത്തിമ കുട്ടി, ഏതാ നോക്ക്. അവളെ ഇങ്ങോട്ട് വന്നാത്രോ ഇടയ്ക്കൊക്കെ വരുള്ളൂ കേട്ടോ. ഇവിടെ വന്നിട്ടാണ് വീണൂത്രേ. ആ ചവിട്ടിയില്ലേ നമ്മളെ എല്ലാം ഞാൻ സോപ്പും പൊടിയൊക്കെ കഴിക്കും മിനിസായിട്ടാണ് എന്താ അറിയില്ല കേട്ടോ. അവിടെ വന്നിട്ട് ചവിട്ടിയോട് കൂടെ അവള് പറഞ്ഞു വീണൂന്ന്. കരഞ്ഞോള് കരഞ്ഞോ ഫാത്തിമക്കുട്ടി? എവിടെ തട്ടി? തലയാ? എവിടെ തട്ടി? എന്നിട്ട് വീണ്ടിരിക്കുക. അപ്പൊ അമ്മൂട്ടി ചായ ഉണ്ടാക്കാൻ നിൽക്കട്ടെ. അപ്പൊ ചായ ഒന്നും കൊടുക്കാനായിട്ട് ഉണ്ടാകുന്ന നിൽക്കണുള്ളൂ. എന്താ വെച്ചാല് എപ്പോഴെങ്കിലും അങ്ങനെ വരുമൊന്നുമില്ല, എപ്പോഴെങ്കിലും വരുള്ളൂ കേട്ടോ. ഇവിടേക്ക് നമ്മൾ അപ്പുറത്തെ വീട്ടിൽ അസ്ലി അവരെ കുട്ടിയാണ് അല്ലേ, ബാലവാടിയിലൊക്കെ പോകുന്നുണ്ട് ആള്. അപ്പൊ ഞാൻ വേഗം ചായ വെക്കിട്ടോ. അങ്ങനെ വാങ്ങി കൊടുത്തു കേട്ടോ. അപ്പൊ കുളിച്ച് വിളക്ക് വെച്ചിട്ടുണ്ട്. രാജയുടെ പല്ല തറവാട്ടിക്ക് പോയിന്ന് ആദ്യം ചായ ഉണ്ടാക്കിട്ടാ. അത് കഴിഞ്ഞ് രണ്ടാമത്തെ പാല് കുറച്ചും കൂടെ ഉണ്ടായിരുന്നു. അപ്പം എടുത്ത് വെച്ച് അത് കേട് വരും. അപ്പം അതും കൂടെ ചായ ഉണ്ടാക്കി വേണം ചായ ഉണ്ടോ അതും കൂടെ ആവട്ടെ. അപ്പം നൂഡിൽസ് ഒക്കെ ഉണ്ടാക്കിട്ടാ. നൂഡിൽസ് വെറുതെ അങ്ങനെ ഉണ്ടാക്കി ചൂടോടെ എന്തെങ്കിലും കുട്ടിയാണ്. അപ്പം അതിൻ്റെ കൂടെ ഞാനും കൂടിയിട്ടാ ചായ അടുപ്പത്തുണ്ട്. മുളക് നമ്മുടെ മുളകേ ഇത്ര ആയിട്ടാ, ഇതണ്ട ഇത്ര ആയിട്ടുണ്ട് മുളക് അമ്മൂട്ടിയെ. അപ്പോൾ ഇത് ഇട്ടേക്കിട്ട് കുറച്ച് മോരും കൂടെ ഉണ്ട് ബാക്കി. അത് വെച്ചിട്ടേ നല്ല ഉണക്കം ചെല്ല എന്നിട്ട് ആ മോരും കൂടെ ഇത് പിടിച്ചോളൂ.
നമുക്ക് ബാക്കി നാളെ ഉണക്കാം. കുറച്ച് ഉണക്കം കിട്ടണം. ഇത് പൊതുവേ കുറച്ച് വെയിൽ കുറച്ചൊരു കമ്മി ഉണ്ടായിരുന്നു അല്ലേ? വെയിലിനൊരു കമ്മി ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി ചോറുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞ ഉച്ചയ്ക്ക് വെച്ചിട്ടുണ്ടെന്ന് ചോറുണ്ട്. പക്ഷേ കറിയാണ് വെക്കേണ്ടത്. കറി എന്താ ഉച്ചയ്ക്ക് മുരിങ്ങതാണ് പറഞ്ഞില്ലേ, കുമ്പളങ്ങേന്ന് കഷ്ണത്തിട്ട് വെക്കാം അല്ലേ? അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ രാത്രിക്ക് ഉണ്ടാക്കും കേട്ടോ. പപ്പടം കാച്ചും ചെയ്താൽ അതായി. പിന്നെ നാളത്തേക്കല്ലേ. അമ്പളത്തെ ഞായറാഴ്ച ഇങ്ങനെ കഴിഞ്ഞു. തറവാട്ടിലൊക്കെ പോകണം വിചാരിച്ചായിരുന്നു. അപ്പോൾ പറ്റിയ ഇപ്പോഴാണ് തിരുമ്പൽ ഞാൻ ഇപ്പോഴാണ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ പോയില്ല. പിന്നിപ്പോൾ കുഞ്ഞാറ്റൊന്നും ഇല്ല അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുഞ്ഞാറ്റ വേറെ ഇങ്ങോട്ട് പോയിട്ടായിരുന്നു. വയനാട് എങ്ങോട്ട് പോയിട്ടായിരുന്നു. ബാഗ് ബാഗ് എന്ത് കൊണ്ടുപോയോ? ബാഗ് തിരുപ്പിട്ടുള്ളൂ. ഉണങ്ങണം. നാളേക്കല്ലേ അമ്മ പറയുന്നു ബാഗ് തിരുമ്പിട്ടത്. ഇന്ന് ഞാൻ തിരുമ്പൽ ഞാൻ പറഞ്ഞില്ലേ കുറേ വൈകിന് തിരുമ്പിട്ടുണ്ടെങ്കിൽ രാത്രി കിടക്കുമ്പോൾ എടുത്തേക്കാൻ പറഞ്ഞിട്ട് പാൻറ്റ് തൊട്ടിട്ട് രാവിലേക്ക് ഒന്ന് ഉണങ്ങും. യൂണിഫോം ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ആ ചായയും കൂടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കട്ടനല്ല പാൽ ചായ. പാലൊക്കെ എപ്പോഴെങ്കിലും ഇങ്ങനെ മേടിക്കുമ്പോഴാണ് നല്ല സ്ട്രോങ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ചായ. അപ്പം ഞങ്ങളിത് കഴിക്കില്ല കേട്ടോ. അപ്പം അന്നത്തെ കുഞ്ഞു വിശേഷം കേട്ടോ. ഞായറാഴ്ചത്തെ ഒരു കുറച്ച് വിശേഷം എല്ലാവരും ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. ഇനി നമുക്ക് എന്തെങ്കിലും സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ നോരുമ്പോൾ കഴിയുന്ന വേണം. അല്ലെങ്കിൽ നമ്മുടെ ഇതൊക്കെ തന്നെ ഉള്ള വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഒന്നാ ഇഞ്ചക്ഷന് പോയിട്ടില്ല കേട്ടോ. വൈകുന്നേരം അതാട്ടേക്ക് കുറച്ച് കൂടുതലാണ് കേട്ടോ. അതിനെ കൊണ്ടുപോയിട്ടുണ്ട്. പ്രായം പറഞ്ഞില്ല കുറച്ചുണ്ട്, 14 വയസ്സുണ്ട്. അപ്പോൾ ഒന്നും ഇഞ്ചക്ഷൻ വയ്ക്കാൻ പോയിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇനി കുറച്ച് പണികളും കൂടെ ഉണ്ട്. പാത്രങ്ങൾ കുറച്ച് കഴുകിക്കാനുണ്ട്. കറി എന്തെങ്കിലും വെക്കണം. എന്നാൽ പിന്നെ അതിന് ചോറ് ഒന്ന് തിളപ്പിച്ച് വറക്കട്ടോ. രാജേട്ടന് മാത്രമുള്ളത്. വെള്ളം കുറച്ച് വെക്കണം. അപ്പോൾ അവിടെ അന്നത്തെ വിശേഷത്തിൽ കേട്ടോ. ബൈ.